വടക്കഞ്ചേരിക്കടുത്ത കിഴക്കഞ്ചേരി പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽപ്പെട്ട സ്ത്രീ മരിച്ചു. യുവാവിനെ രക്ഷപ്പെടുത്തി. കോയമ്പത്തൂർ സ്വദേശിനി ഭാനുപ്രിയയാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം തിരച്ചിലിൽ കണ്ടെടുക്കുകയായിരുന്നു. പിന്നെ വേറെ വഴിയില്ലല്ലോ, എവിടെ കിടക്കണ്ടെന്ന് അറിയണ്ടേ. ഇതാണ് സംഭവം. വിനോദസഞ്ചാരത്തിനായി എത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘത്തിലെ അംഗങ്ങളാണ് വെള്ളച്ചാട്ടത്തിൽ അകപ്പെട്ടത്. 30-കാരനായ ഭരതൻ എന്നയാളെ പോലീസും അഗ്നിശമന സേനയും ചേർന്ന് രക്ഷപ്പെടുത്തിയെങ്കിലും കൂടെയുണ്ടായിരുന്ന 35-കാരി ഭാനുപ്രിയയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഉച്ചയോടെയാണ് സംഭവം. മിനി ഡാമിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. 5-അംഗ സംഘമാണ് പാലക്കുഴി വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയത്. പൊടുന്നനെ ഇരച്ചെത്തിയ മലവെള്ളത്തിൽ സംഘം അകപ്പെടുകയായിരുന്നു. സ്ത്രീയുടെ മൃതശരീരം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് കണ്ടെടുത്തത്. നിരോധനം ലംഘിച്ചാണ് സംഘം പാലക്കുഴി വെള്ളച്ചാട്ടത്തിലെത്തിയത്. പാലക്കാട് ജില്ലയിൽ കനത്ത മഴയെ തുടർന്ന് ശനിയാഴ്ച ജില്ലാ കളക്ടർ വിനോദ കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ കർശനമായി വിലക്കിയിരുന്നു. ഇതറിയാതെയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം പാലക്കുഴിയിലെത്തിയത്. വീഴ്ചയിൽ യുവാവ് പാറക്കെട്ടുകൾക്കിടയിലേക്ക് വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്നവർ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ നാട്ടുകാർ വടമുപയോഗിച്ച് താഴെയിറങ്ങിയാണ് യുവാവിനെ രക്ഷപ്പെടുത്തിയത്. ഇയാളെ പുറത്തെത്തിച്ച് ആശുപത്രിയിലെത്തിച്ചു. വെയിറ്റ് വഴി മാത്രം ഒന്ന് ക്ലിയർ ചെയ്തിട്ടാ മതി. വനപ്രദേശത്തുള്ള പാലക്കുഴി വെള്ളച്ചാട്ടത്തിൽ നിരവധി വിനോദസഞ്ചാരികളാണ് സാധാരണയായി എത്താറുള്ളത്. ആലത്തൂർ, വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം എത്തിയാണ് തിരച്ചിൽ നടത്തിയത്. യാത്രാ നിരോധനം മറികടന്ന് സഞ്ചാരികൾ എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തി എന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. ചെറിയ തോതിൽ വൈദ്യുതി ഉൽപ്പാദന പദ്ധതിയും നിലനിൽക്കുന്ന ഇവിടെ തുടർച്ചയായി പെയ്യുന്ന മഴ കാരണം മിനി ഡാം പൂർണ്ണമായും നിറഞ്ഞൊഴുകുന്ന അവസ്ഥയിലാണ്. നിറഞ്ഞൊഴുകുന്ന ഡാമിലെയും വെള്ളച്ചാട്ടത്തിലെയും ദൃശ്യങ്ങൾ കാണാൻ നിരവധി സഞ്ചാരികളാണ് പ്രദേശത്തെത്താറുള്ളത്. അപകട വിവരമറിഞ്ഞ പ്രദേശവാസികളായ നിരവധി പേരും പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.